ഹായ് ഫ്രണ്ട്സ്, അജിനെ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വൈറ്റമിൻസ്. മത്സര പരീക്ഷകളിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ ഈ ഭാഗം നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു നാട്, അവിടെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും കുറച്ച് സംഭവ വികാസങ്ങളും ബന്ധപ്പെടുത്തിയാണ് ഈ ക്ലാസ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വൈറ്റമിൻസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. മത്സര പരീക്ഷകളിൽ ഇനി ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ഞാനിന്ന് പറയാൻ പോകുന്ന ആ സംഭവങ്ങൾ ഓരോന്നായിട്ട് ആലോചിച്ച് കാണാതെ പഠിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോ വൈറ്റമിൻസ് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്, മറ്റത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് പൊതുവേ കൊഴുപ്പിനെ കുറിച്ച് പറയുന്നത് കൊഴുപ്പ് കേടാ എന്നല്ലേ പറയുന്നത്. കൊഴുപ്പ് കേടാണ്, കഴിക്കരുത് അല്ലേ? അപ്പോ അതിലുണ്ട് കൊഴുപ്പ് കേടാ, അങ്ങനെ ഓർത്തോളൂ, കൊഴുപ്പ് കേടാണ്. അപ്പൊ വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, ഓക്കെ, ഇതെല്ലാമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. കൊഴുപ്പ് കേടാണ്. എന്നാൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഭയങ്കര ബിസിയാണ് എന്നോർത്തോളൂ. ജലത്തിൽ ലയിക്കാനായിട്ട് ഭയങ്കര ബിസിയാണ്. കൊച്ചു കുട്ടികളെ പോലെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര താല്പര്യമില്ല, അവരെപ്പോഴും വെള്ളത്തിൽ ബിസി ആയിരിക്കും. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ബിസി, ബി, സി. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ഈ വൈറ്റമിൻസിന്റെ എല്ലാം പേര് പഠിക്കാം. പേര് പഠിച്ചിട്ട് ആ പേരിൽ നിന്ന് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവ വികാസങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് ഈ വൈറ്റമിനിൽ നിന്ന് ചോദിക്കാറുള്ള രോഗങ്ങൾ, ആ വൈറ്റമിൻസിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ആ വൈറ്റമിൻസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നവ, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോ ഫോർ എക്സാമ്പിൾ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എ ആണ് റെറ്റിനോൾ. അത് ഗ്രേഡ് എന്ന് ഓർത്തോളൂ. ഒരു മത്സര പരീക്ഷയിൽ എ ഗ്രേഡ് മേടിക്കണം എങ്കിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാ ക്വസ്റ്റ്യനും റൈറ്റ് ആയിട്ട് ആൻസർ എഴുതണം അല്ലേ? അങ്ങനെ റൈറ്റ് ആയിട്ട് എഴുതി എ ഗ്രേഡ് മേടിച്ച ഒരു മോളെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. റെറ്റിമോൾ. റൈറ്റ് ആയിട്ട് എഴുതി എ ഗ്രേഡ് മേടിച്ച മോൾ റെറ്റിമോൾ, അതാണ് റെറ്റിനോൾ. അപ്പോ വൈറ്റമിൻ എ റെറ്റിനോൾ, റൈറ്റ് ആയിട്ട് എഴുതിയ മോൾ. ഓക്കെ, ആ മോളെ കുറിച്ച് നമുക്ക് നോക്കാം. എങ്കിൽ അടുത്ത് വൈറ്റമിൻ ബി യെ കുറിച്ച് പറയുന്ന മുന്നേ, ബി കോംപ്ലക്സ് വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 വൈറ്റമിൻസ് ഉണ്ട്. ഓക്കെ, അതിന്റെ പേര് നമുക്ക് ഇതുപോലെ തന്നെ പഠിക്കാം. അതിനു മുന്നേ നമുക്ക് സിയും ഡിയും ഇയും കെയും നോക്കിയിട്ട് അതിലോട്ട് വരാം. അപ്പൊ വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. എന്നാൽ വൈറ്റമിൻ സിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഓർത്തോളൂ, CC ക്യാമറ അല്ലെ CCTV. ഓക്കെ, CCTVയിൽ ഒരാളുടെ പിക്ക് പതിഞ്ഞു. ഓക്കെ, അവൻ കുറച്ച് വേലത്തരമൊക്കെ കാണിക്കുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോ ആരുടെ പിക്കാണ് പതിഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറിന്റെ പിക്കാണ്. ഓക്കെ, CCTVയിൽ CC ക്യാമറ, വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ CC ക്യാമറ, CC ക്യാമറയിൽ അസറിന്റെ പിക്ക് പതിഞ്ഞു. ഓക്കെ, CC ക്യാമറയിൽ അസറിന്റെ പിക്ക് പതിഞ്ഞു. ഇവനാണ് CC ക്യാമറ എടുക്കുന്നത്. ഓക്കെ, എങ്കിൽ ഇതാണ് റൈറ്റ് ആയിട്ട് എഴുതിയ മോൾ റെറ്റിമോൾ. എങ്കിൽ അസറിന്റെ പിക്ക് പതിഞ്ഞു CCTVയിൽ, അതാണ് അസ്കോർബിക്, അസറിന്റെ പിക്ക് വൈറ്റമിൻ സി. അങ്ങനെയെങ്കിൽ വൈറ്റമിൻ ഡി, ഇടി എന്നോർത്തോളൂ, ഇടിക്കുകയാണ് വൈറ്റമിൻ ഡി. ഓക്കെ, സൂര്യനാണ് വൈറ്റമിൻ ഡി. ഇടിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനാണ് എന്നോർത്തോളൂ. അപ്പോ സൂര്യന്റെ ഇടി കിട്ടിക്കഴിഞ്ഞാൽ സൂര്യനാണ് ഇടിക്കുന്നത്. ഓക്കെ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഊർജവും പ്രകാശവും ഒക്കെ നൽകുന്ന ആളാണല്ലേ സൂര്യൻ. ആ സൂര്യൻ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് റോളില്ല? കാലനേ റോളുള്ളൂ. അതാണ് കാൽസിഫെറോൾ. ഓക്കെ, കാലനേ റോളുള്ളൂ, കാൽസിഫെറോൾ. ഓക്കെ, അപ്പോ ഈ സൂര്യന്റെ ഇടിയിൽ നിന്നും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ സൂര്യന്റെ ഇടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാലനേ റോളുള്ളൂ, അതാണ് കാൽസിഫെറോൾ. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കേണ്ടത് വൈറ്റമിൻ ഇയുടെ പേരാണ്. വൈറ്റമിൻ ഇയുടെ പേരെന്ന് പറഞ്ഞാൽ ടോക്കോഫെറോൾ. ഇവനാണ് വൈറ്റമിൻ ഇ. ഓക്കെ,
രണ്ട് കമിതാക്കളെ കുറിച്ച് ഓർത്തോളൂ. രണ്ട് കമിതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ടോക്ക് ചെയ്യുകയാണ്. ടോക്ക് ചെയ്യുമ്പോഴത്തേക്കും വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സംസാരിക്കുമ്പോൾ പ്രേമിക്കുന്ന സമയമാണ്, അവർ ചിരിച്ചോണ്ടേ സംസാരിക്കത്തുള്ളൂ അല്ലേ. പിന്നെ ഈ എന്ന് പറഞ്ഞിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇതാണ് രണ്ട് കമിതാക്കൾ. അല്ലാന്നുണ്ടെങ്കിൽ രാജാറാണി സിനിമ കണ്ടിട്ടുണ്ടോ? അതിലുള്ള ആര്യയെയും നസ്രിയെയും ഓർത്താൽ മതി. ആര്യ നസ്രിയെ കാണുമ്പോഴെല്ലാം ഈ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നസ്രിയ തിരിച്ചു ചോദിക്കും, ഏൻ പല്ല കാട്ടറിങ്ക, അതുതാൻ. അപ്പോ അത് തന്നെയാണ് വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ ഈ സ്മൈല്. ആര്? രണ്ട് കമിതാക്കൾ. അവർ ടോക്കും ചെയ്യും, അവർ കറങ്ങാനും പോവും. യെസ്, ടോക്ക് ഓഫ് റോൾ. രണ്ട് കമിതാക്കൾ ടോക്ക് ചെയ്യും, പിന്നെ അവർ കറങ്ങാൻ പോകും. കറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളാണ്. അതിലുണ്ട് ടോക്ക് ഓഫ് റോൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇനി അവരുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ ബാക്കി. അപ്പോ അവര് ടോക്ക് ചെയ്യും, കറങ്ങുക എന്ന് പറഞ്ഞാൽ റോളാണ്. യെസ്, ടോക്ക് ഓഫ് റോൾ. ഓക്കെ. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ സ്മൈലാണ്. അങ്ങനെയെങ്കിൽ വൈറ്റമിൻ കെ, ഫിലോക്യുനോൺ. അതായത് ഒരു ക്യൂണിനെ കുറിച്ച് ഓർത്താൽ മതി. ഒരു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോയ്ക്ക് എന്താണ് ഇത്ര കെ വീഡിയോ അല്ലെങ്കിൽ ഇത്ര കെ ലൈക്ക് കിട്ടണമെന്നല്ലേ പറയുന്നത്. അപ്പൊ ആ കെ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യണം. അപ്പൊ അങ്ങനെ വീഡിയോ ചെയ്ത ഒരു ക്യൂനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ക്യൂന് ലൈക്ക് കിട്ടാനായിട്ട് അവർ ഫിലോസഫിയാണ് പറയുന്നത്. ഫിലോസഫിക്കൽ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പൊ ഫിലോസഫിക്കൽ വീഡിയോ ചെയ്ത് ഒരു ക്യൂന് കെ ലൈക്ക് മേടിച്ചു. അപ്പൊ വൈറ്റമിൻ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ക്യൂന്. ഫിലോസഫി പറയുന്നതാണ് ഫിലോക്യുനോൺ. ഫിലോസഫി പറയുന്ന ക്യൂൺ. അപ്പൊ അവർക്ക് കെ ലൈക്ക് കിട്ടും. വൈറ്റമിൻ കെ, ഫിലോക്യുനോൺ. അവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ നിന്നും വൈറ്റമിൻ കെയുമായിട്ട് നമ്മൾ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും നോക്കാം. അപ്പോ നമുക്ക് അടുത്ത ബി കോംപ്ലക്സ് വൈറ്റമിൻസിന്റെ നെയിമും കൂടെ നോക്കിയിട്ട് ഈ വൈറ്റമിൻസിനെല്ലാം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് നോക്കാം. അപ്പോ ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് 8 വൈറ്റമിൻസ് ആണ്. അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെയാണ്, സമാന്തര ശ്രേണി പോലെ. നമുക്ക് അതിനെ 3 സെറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ. വൈറ്റമിൻ B1, B2, B3. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ. B4 എന്ന് പറഞ്ഞാൽ ഇതില്ല. പിന്നെ അതിനുശേഷം തുടങ്ങുന്നത് B5ലാണ്. B5, B6, B7. പിന്നെയും 3 എണ്ണം. ഓക്കെ. പിന്നെ വീണ്ടും ഒരു ഗ്യാപ്പ്. മൂന്നാമത്തെ സെറ്റിലുള്ളത് B9, B12. ഈ രീതിയിൽ ഈ ക്രമത്തിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം അപ്പോ നമുക്ക് ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻസിന്റെ പേര് എങ്ങനെ ഓർത്തിരിക്കാം എന്ന് നോക്കാം. അതിന് ഒരു സംഭവ വികാസത്തിലൂടെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സിനിമാ നടി തമന്ന ഉണ്ടല്ലോ, അവരെ ഓർത്തോളൂ. ഓക്കെ. അവർക്ക് ഒരാൾ ഫ്ലവർ കൊടുക്കുകയാണ്. ആ ഫ്ലവറിന്റെ പേരാണ് റെയിൻബോ ഫ്ലവർ. അത് കൊടുക്കുന്നത് നമ്മുടെ മന്ത്രി റിയാസ് ആണ്. അവര് ഷൂട്ടിങ്ങിനൊക്കെ കേരളത്തിലേക്ക് വന്നു. അപ്പോ വലിയൊരു സിനിമ കേരളത്തിനെ കുറിച്ച് ചെയ്യുകയാണ്. അപ്പോ അതുകൊണ്ട് റിയാസ് നമ്മുടെ ടൂറിസം മന്ത്രിയല്ലേ, അവരെ വരവേൽക്കാൻ വേണ്ടി വന്നു എന്നോർത്തോളൂ. അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്പർ ഇട്ട് കൊടുത്താൽ മതിയാകും. ഓക്കെ. തമന്നയ്ക്ക് റെയിൻബോ ഫ്ലവർ കൊടുത്തു റിയാസ്, മന്ത്രി റിയാസ്. അതിലുണ്ട് തമന്ന, അത് B1. ഒരു നമ്പർ ഇട്ട് തമന്നയാണ് 1, റെയിൻബോ ഫ്ലവർ 2, 3 നിയാസ്. അതിലുണ്ട്. അപ്പൊ വൈറ്റമിൻ B1 തമന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയമിൻ. ഓക്കെ. ഇതാണ് തമന്ന, തയമിൻ, വൈറ്റമിൻ B1. അങ്ങനെയെങ്കിൽ വൈറ്റമിൻ B2 തമന്നയ്ക്ക് എന്ത് കൊടുത്തു എന്നാണ്? റെയിൻബോ ഫ്ലവർ. കണ്ടോ, പല കളറിലുള്ള ഫ്ലവർ, റെയിൻബോയെ പോലെ പല കളറിലാണുള്ളത്. അപ്പോ റെയിൻബോ ഫ്ലവർ അതാണ് റൈബോഫ്ലാവിൻ. ഓക്കെ. ഇതാണ് റെയിൻബോ ഫ്ലവർ. അത് വൈറ്റമിൻ B2 ആണ്. രണ്ടാമത്തെ നമ്പർ ഇടൂ, റൈബോഫ്ലാവിൻ. അങ്ങനെയെങ്കിൽ അത് കൊടുത്തതാര്? റിയാസിനെ നിയാസിൻ എന്ന് പഠിച്ചോളൂ. വൈറ്റമിൻ B3 നിയാസിൻ. ഓക്കെ. ഈ സംഭവം ഓർക്കൂ. 1, 2, 3 എന്ന് നമ്പർ ഇട്ട് കൊടുക്കൂ. ഓക്കെ. തമന്നയ്ക്ക് റെയിൻബോ ഫ്ലവർ കൊടുത്തു റിയാസ്. വൈറ്റമിൻ B1 ആണ് തമന്ന, തയമിൻ. B2 റെയിൻബോ ഫ്ലവർ, റൈബോഫ്ലാവിൻ. റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയാസിൻ, വൈറ്റമിൻ B3. അപ്പോ നമുക്ക് വൈറ്റമിൻ B1, B2, B3. ഓക്കെ. ഈ വൈറ്റമിൻസിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ പിക്കിൽ തന്നെ ഉണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുന്നേ മറ്റ് ബി കോംപ്ലക്സ് വൈറ്റമിനുകളുടെ പേര് കൂടെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന സയന്റിഫിക് നെയിം വൈറ്റമിൻ B5, B6, B7 ആണ്. വൈറ്റമിൻ B1, B2, B3 നോക്കി. അത് കഴിഞ്ഞ ശേഷം ഒരു ഗ്യാപ്പ്. അത് കഴിഞ്ഞ് B5, B6, B7. അത് മറ്റൊരു സെലിബ്രിറ്റിയെ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്രിക്കറ്റ് കളിക്കാരൻ ഋഷഭ് പന്ത് ഇല്ലേ? ഓക്കെ. നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റിലേക്ക് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനെ വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക്
ആ സംഭവം നോക്കാം, എന്നിട്ട് നമ്പർ ഇട്ട് കൊടുക്കാം. ഓക്കെ, പന്ത് ജെനറ്റിക്സ് പീരീഡിൽ ബോട്ടണി പഠിച്ചു എന്നാണ്. ഓക്കെ, പന്ത് ഋഷഭ് പന്ത് ജെനറ്റിക്സ് പീരീഡിൽ ബോട്ടണിയാണ് പഠിച്ചത്. ഓക്കെ, അതിലുണ്ട്. അപ്പോ പന്ത് ജെനറ്റിക്സ്, അതാണ് വൈറ്റമിൻ B5 പാന്തോതെനിക് ആസിഡ്. അതാണ് പന്ത് ജെനറ്റിക്സ്, പാന്തോതെനിക്സ്, പന്ത് ജെനറ്റിക്സ്. ഓക്കെ, പാന്തോതെനിക്സ്. അടുത്തത് പിരീഡ് എന്നാണ് വരുന്നത്, അത് വൈറ്റമിൻ B6 ആണ്. പിരീഡ്. ഓക്കെ, പിരിഡോക്സിൻ, പിരിഡോക്സിൻ 6, വൈറ്റമിൻ B6, പിരിഡോക്സിൻ. ഓക്കെ, പന്ത് ജെനറ്റിക്സ് പീരീഡിൽ, അതിൽ പന്ത് ജെനറ്റിക്സ്, പാന്തോതെനിക്. ഓക്കെ, പീരീഡിൽ പിരിഡോക്സിൻ, B6 എന്താണ് പഠിച്ചത്? ബോട്ടണി പഠിച്ചു, ബോട്ടണി പഠിച്ചു. ആ B7 ആ ബോട്ടണിയാണ്. ബയോട്ടിൻ അല്ലെങ്കിൽ ബയോളജി പഠിച്ചു എന്നും ഓർത്തോളൂ. അപ്പൊ അതിന് നമ്പർ ഇട്ട് കൊടുത്താൽ മതി. പന്ത് ജെനറ്റിക്സ് പീരീഡിൽ ബോട്ടണി പഠിച്ചു. ആ പന്ത് ജെനറ്റിക്സ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, പീരീഡിൽ എന്ന് പറയുന്നത് 6 ആണ്. ബോട്ടണി എന്ന് പറയുന്നത് 7 ആണ്. പന്ത് ജെനറ്റിക്സ്. ഓക്കെ, പാന്തോതെനിക് ആസിഡ്. ഓക്കെ, പീരീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. ഓക്കെ, പിരിഡോക്സിൻ എങ്കിൽ B7. ബോട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടിൻ ആണ് എന്നുകൂടി ഓർത്തോളൂ. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് B9 B12 ആണ്. അതിന്റെ പേരും കൂടെ നോക്കാം. ഓക്കെ, B9 നമ്മൾ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക്, ലെറ്റേഴ്സിൽ എഴുതുമ്പോഴത്തേക്ക് B9 ഇങ്ങനെയല്ലേ എഴുതുന്നത്. അതിനെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ബനിയൻ എന്ന് ചേർത്ത് വായിച്ചൂടെ? B9 ബനിയൻ, ബനിയൻ. ഓക്കെ, അപ്പോ B9 പറയാനുള്ളത് ഒരു ബനിയൻ ഫോളോവറിനെ കുറിച്ചിട്ടാണ്. ബനിയൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതലും ബനിയനെ ധരിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവരെ നമുക്ക് ബനിയൻ ഫോളോവർ എന്ന് പറയാം. അങ്ങനെ ബനിയൻ ഫോളോവർ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ B9 അതിലേക്ക് വരാം. അപ്പോ B9 ബനിയൻ ഫോളോവർ എന്നാണ്. അപ്പൊ ആ ബനിയൻ ഫോളോവറിൽ ആ ഫോളോയിലുണ്ട് ഫോളിക് ആസിഡ്, ഫോളിക് ആസിഡ്. B9 ആണ് ഫോളിക് ആസിഡ്. B9 എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ B-യും 9 ലെറ്റേഴ്സിൽ എഴുതുക, ബനിയൻ എന്ന് വായിക്കുക. ബനിയൻ ഫോളോവർ എങ്കിൽ ഫോളിക് ആസിഡ് ആണ്. അങ്ങനെയെങ്കിൽ B12. ഓക്കെ, 12th B-യിൽ പഠിക്കുന്ന ഒരു സൈക്കോ ആയിട്ടുള്ള ഗോപാലന്റെ കഥയാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. ക്രേസി ഗോപാലൻ എന്ന് കേട്ടിട്ടില്ലേ ദിലീപ് ഏട്ടന്റെ സിനിമ? അതുപോലെ 12th B-യിലാണ് ഈ ചെക്കൻ പഠിക്കുന്നത്. അവന്റെ പേരാണ് സൈക്കോ ഗോപാലൻ. അവൻ കാണിച്ചു കൂട്ടുന്ന കുറച്ച് വിക്രിയകളിൽ നിന്നും നമുക്ക് ഈ വൈറ്റമിനെ കുറിച്ച് അറിയേണ്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ പേരുകളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. വൈറ്റമിൻ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആയിട്ട് എഴുതുന്ന മോളാണ് റെറ്റിമോൾ. ഓക്കെ, വൈറ്റമിൻ C ആണ് നമ്മൾ അടുത്ത് നോക്കിയത്. C എന്ന് പറഞ്ഞാൽ അസ്കോർബിക് ആസിഡ് ആണ്. ഓക്കെ, CCTV ആണ്. CCTVയിൽ പതിഞ്ഞതാരെ അസറിന്റെ പിക്കാണ്. അതാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ D ആണെന്നുണ്ടെങ്കിൽ ഇടിയാണ്. സൂര്യന്റെ ഇടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാലന്റെ റോള് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാൽസിഫെറോൾ. വൈറ്റമിൻ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമിതാക്കളാണ്. ടോക്ക് ചെയ്യുന്നു, കറങ്ങാനും പോകുന്നു, റോളും ചെയ്യും. ടോക്കോഫെറോൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് K ആണ്. K കിട്ടാൻ വേണ്ടിയിട്ട് ഫിലോസഫി പറയുന്ന ഒരു ക്യൂരിനെ കുറിച്ചാണ് നോക്കുന്നത്. യൂട്യൂബ് ചാനലിൽ K കിട്ടാനാണ്. അപ്പോ ഫിലോക്യുനോൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്താണ്? B1 B2 B3. B1 എന്താണ്? സെലിബ്രിറ്റി ആയിട്ടുള്ള തമന്ന കേരളത്തിൽ വരുമ്പോഴത്തേക്കും തമന്നയ്ക്ക് റെയിൻബോ ഫ്ലവർ കൊടുത്തു മന്ത്രി റിയാസ്. അപ്പോ അതിലുണ്ട് B1 തയമീൻ, B2 റൈബോഫ്ലാവിൻ ആണ് റെയിൻബോ ഫ്ലവർ, B3 വന്നിട്ട് റിയാസ് ആണ് നിയാസിൻ. അങ്ങനെയെങ്കിൽ B5 നമ്മൾ നോക്കിയത് എന്താണ്? ഓക്കെ, ക്രിക്കറ്റ് കളിക്കാരൻ ഋഷഭ് പന്താണ്. പന്ത് എന്താണ് ചെയ്തത്? പന്ത് ജെനറ്റിക്സ് പീരീഡിൽ ബോട്ടണി പഠിച്ചു. അപ്പോ B5 പന്ത് ജെനറ്റിക്സ്. ഓക്കെ, പാന്തോതെനിക്സ്. ഓക്കെ, അതില് B6 പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഡോക്സിൻ. ഓക്കെ, B7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടണിയാണ് പഠിച്ചത്, അതാണ് ബയോട്ടിൻ. എങ്കിൽ B9 എന്താണ്? ഓക്കെ, ഒരു B9 NINE, BNINE. അപ്പൊ ബനിയൻ എന്ന് വായിച്ചോളൂ. ബനിയൻ ഫോളോവറിന്റെ കഥയാണ്. ആ ഫോളോവറിലുണ്ട് B9 ഫോളിക് ആസിഡ്. എങ്കിൽ B12 12th B-യിൽ പഠിക്കുന്ന ഒരു സൈക്കോ ഗോപാലൻ യെസ്, സൈനോകൊബാലമിൻ. ഓക്കെ, അപ്പോ നമ്മൾ ഈ പറഞ്ഞ സംഭവ വികാസങ്ങളിൽ നിന്നും ഓക്കെ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് വൈറ്റമിൻ എ. വൈറ്റമിൻ എ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം റൈറ്റ് ആയിട്ട് A ഗ്രേഡ് മേടിച്ച മോളാണ് റെറ്റിമോൾ അല്ലേ? അപ്പൊ അതിന്റെ സയന്റിഫിക് നെയിം റെറ്റിനോൾ. ഓക്കെ, അങ്ങനെ A ഗ്രേഡ് മേടിക്കുന്ന കുട്ടിയെ നാട്ടുകാരും വീട്ടുകാരും എന്തൊക്കെയായിരിക്കും വിളിക്കുന്നത്? കണ്ണേ, കരളേ, പാലേ, തേനേ, അങ്ങനെയൊക്കെ ആയിരിക്കല്ലേ വിളിക്കുന്നത്. യെസ്, വൈറ്റമിൻ എ ഇതിലുണ്ട്. ഓക്കെ,
കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ആണ്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ആണ്. ഓക്കെ, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം ഇഷ്ടപാത്രമാകുമ്പോൾ അവരെല്ലാവരും കരളിലായിരിക്കുമല്ലേ ഈ കുട്ടിയെ സൂക്ഷിക്കുന്നത്. അപ്പോൾ കരളിൽ സംഭരിക്കുന്നത് റെറ്റിമോൾ അല്ലെങ്കിൽ റെറ്റിനോൾ വൈറ്റമിൻ എ ആണ്. പാല് കുടിക്കുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് വൈറ്റമിൻ എ ആണ്. ഈ കുട്ടിയുടെ ബുദ്ധിയുടെ രഹസ്യം ഓക്കെ ധാരാളം പാല് കുടിക്കുന്നതാണ് എന്നോർത്തോളൂ. ഈ കുട്ടി ഇലക്കറിയും ചീരയും എല്ലാം കഴിക്കും, അത് നമുക്ക് വഴിയെ നോക്കാം. ധാരാളം പാല് കുടിക്കും ഈ കുട്ടി. കണ്ണേ കരളേ പാലേ തേനേ, അതാണ് ബുദ്ധിയുടെ രഹസ്യം. അപ്പൊ പാല് കുടിക്കുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വൈറ്റമിൻ എ ആണ്. അങ്ങനെയെങ്കിൽ തേനിലൂടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വൈറ്റമിൻ എ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ കണ്ണ് എന്ന് പറഞ്ഞല്ലോ, ആ കണ്ണ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കണ്ണിന്റെ കാഴ്ചക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വൈറ്റമിൻ എ ആണെന്ന് പറഞ്ഞു. എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഇങ്ങനെ ഓർത്തോളൂ. ആ കുട്ടിക്ക് അവധി സമയത്ത് ആ കുട്ടിയുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആടിനെ റോഡിലൂടെ ആടിനെ മേയ്ക്കലാണ്. എവിടെയുണ്ട്, റോഡിലൂടെ ആടിനെ മേയ്ക്കലാണ്. അപ്പൊ ആ കുട്ടിയുടെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി സമയത്ത് റോഡിലൂടെ ആട് മേയ്ക്കലാണ്. അതിലുണ്ട് ഓക്കെ റെഡോപ്സിൻ, അയഡോപ്സിൻ. റോഡ് റെഡോപ്സിൻ ആണ്, ആട് അയഡോപ്സിൻ ആണ്. യെസ്, കണ്ണിന് കാഴ്ച സാധ്യമാകുന്ന രണ്ട് വർണ്ണവസ്തുക്കളാണ് റെഡോപ്സിനും അയഡോപ്സിനും. ഓക്കെ, അതിലെ റെഡോപ്സിൻ കണ്ണിലെ റോഡ് കോശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡ് കോശം. റെഡോപ്സിൻ എന്ന വർണ്ണവസ്തു സ്ഥിതി ചെയ്യുന്നത് കണ്ണിലെ റോഡ് കോശത്തിലാണ്. ആ റോഡിലുണ്ട്. റെഡോപ്സിനില് കൂടെ നമുക്ക് സാധ്യമാകുന്ന വർണ്ണം ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് ആലോചിച്ചാൽ മതി. റോഡിൽ എന്തൊക്കെയാ ഉള്ളത്? നമ്മൾ പോകുമ്പോഴത്തേക്കും റോഡ് ടാറ് കറുത്ത കളറിലാണ്, വെളുത്ത സീബ്ര ലൈൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ കറുപ്പും വെളുപ്പും ആ റോഡിന്റെ കളറാണ്. അപ്പോൾ റെഡോപ്സിൻ നമുക്ക് സാധ്യമാകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കറുത്ത പ്രകാശത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാകുന്നതും റെഡോപ്സിൻ ആണ്. ബ്ലാക്കും വൈറ്റും അല്ലേ, കറുത്ത പ്രകാശത്തിൽ വെളുത്ത കളർ നമുക്ക് കാണാൻ പറ്റും. റെഡോപ്സിൻ റോഡ് കോശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അയഡോപ്സിൻ ഓക്കെ മറ്റത് കറുപ്പും വെള്ളയുമാണെന്നുണ്ടെങ്കിൽ അയഡോപ്സിൻ സഹായിക്കുന്നത് മറ്റു വർണ്ണകങ്ങളെ കാണാനായിരിക്കും അല്ലേ. അയഡോപ്സിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിലെ കോൺ കോശത്തിലാണ്. കോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കോൺ ഐസ്ക്രീം അല്ലേ ഓർമ്മ വരുന്നത്. കോൺ ഐസ്ക്രീം പലതരം കളറിലാണ്. അപ്പൊ പലതരം കളറുകൾ കാണാൻ സഹായിക്കുന്നത് കോൺ കോശമാണ്. കോൺ കോശത്തിൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയഡോപ്സിൻ എന്ന് പഠിച്ചോളൂ. അപ്പൊ ആ കുട്ടിയുടെ ഹോബിയിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വൈറ്റമിൻസ് എ എങ്ങനെ സഹായകമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഹോബി എന്താണ്? റോഡിലൂടെ ആട് മേയ്ക്കൽ. അതിലുണ്ട് റെഡോപ്സിൻ, അയഡോപ്സിൻ. റോഡ്, റെഡോപ്സിൻ, ആട്, അയഡോപ്സിൻ. ഓക്കെ അല്ലേ? എങ്കിൽ വൈറ്റമിൻ എയുടെ അപര്യാപ്തയിൽ ഉണ്ടാകുന്ന രോഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സിറോഫ്താൽമിയയുമാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ പാർട്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, നിശ സമയത്ത് വരുന്ന അന്ധതയാണ് നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ മാലക്കണ്ണ് എന്ന് പറയുന്നു. ഈ രോഗം വരുന്നത് കണ്ണിൽ, നമ്മൾ പറഞ്ഞു കണ്ണില് രാത്രി സമയത്ത് കാഴ്ച സാധ്യമാകുന്നത് റെഡോപ്സിൻ എന്ന വർണ്ണവസ്തുവാണ്. അത് പോകുമ്പോഴാണ് നൈറ്റ് അന്ധത, നിശാന്തത ബാധിക്കുന്നത്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്. ഓക്കെ, എങ്കിൽ അയഡോപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രപ്രകാശത്തിൽ നമുക്ക് വർണ്ണം നൽകുന്ന വർണ്ണവസ്തുവാണ്. എങ്കിൽ നിശാന്തത ബാധിക്കുന്നത് റെഡോപ്സിൻ പോകുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ സിറോഫ്താൽമിയ, സീറോ ഓഫ്താൽമിയ എന്ന് ഓർത്തോളൂ. കണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനം ഓഫ്താൽമോളജി. ലൈറ്റ് ഓഫ് ചെയ്താൽ പിന്നെ കാഴ്ച ഉണ്ടാവില്ലല്ലേ, അത് വെച്ച് കണക്ട് ചെയ്തോളൂ. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി. എങ്കിൽ ഇവിടെ സിറോഫ്താൽമിയ, സീറോ ഓഫ്താൽമിയ, അവിടെയും ഒരു ഓഫ്താൽമിയ, പിന്നെ സീറോയാണ്. എന്ത് സീറോ? കണ്ണിലെ ജലാംശം സീറോ ആകുന്ന അവസ്ഥ. കണ്ണ് വരണ്ടു പോകും. കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് സിറോഫ്താൽമിയ, വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. അങ്ങനെയെങ്കിൽ ബീറ്റ കരോട്ടിൻ അറിയപ്പെടുന്നത് പ്രോ വൈറ്റമിൻ എ എന്നാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ ആണ്. ഓക്കെ, ക്യാരറ്റിന് വർണ്ണം നൽകുന്നത് കരോട്ടിനാണ്. അത് വെച്ച് കണക്ട് ചെയ്യാം. അപ്പോ ബീറ്റ കരോട്ടിൻ നോൺ ആസ് വൈറ്റമിൻ എ അല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ട് എഴുതുന്ന മോളാണല്ലേ. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടായിരിക്കും ആ കുട്ടി എ ഗ്രേഡ് മേടിച്ചത്. ആ കറക്റ്റ് ആണ് ക്യാരറ്റ് അല്ലെങ്കിൽ കരോട്ടിൻ. ക്യാരറ്റിന് വർണ്ണം നൽകുന്നത് കരോട്ടിനാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതുന്നെങ്കിൽ ഓക്കെ അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ ബീറ്റ കരോട്ടിനും വൈറ്റമിൻ എയുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, ക്യാരറ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്.
അതുപോലെ തന്നെ ഇലക്കറികൾ, ചീര എന്നിവയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈറ്റമിൻ എ ആണ്. അപ്പോൾ വൈറ്റമിൻ എയിൽ നിന്നും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതാണ് റൈറ്റ് ആയിട്ട് എഴുതിയ റെറ്റിമോള്. ഓക്കെ, ഇത് അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കീരയാണ്, ക്യാരറ്റ് കഴിക്കും, പാല് ധാരാളം കുടിക്കും. ഓക്കെ, ഹോബി എന്താണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലൂടെ ആട് മേയ്ക്കലാണ്. അത് വെച്ച് കണ്ണിന്റെ കാഴ്ചയ്ക്ക് നമുക്ക് സഹായിക്കുന്ന റെഡോപ്സിനെയും അയഡോപ്സിനെയും നമ്മൾ കണക്ട് ചെയ്തു. അതിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ കണക്ട് ചെയ്തു. ഏതിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയുമാണ് വൈറ്റമിൻ എയിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. എങ്കിൽ ഇനി നോക്കാനുള്ളത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഓക്കെ, വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ CC ക്യാമറ എന്നോർത്തോളൂ. CC ക്യാമറയിൽ ആരുടെ പിക്കാ പതിഞ്ഞ്? അസറിന്റെ പിക്ക് പതിഞ്ഞു. അതുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായി. അത് നമുക്ക് നോക്കാം. ഈ അസർ കാണിച്ച വേലത്തിന് എന്തെന്നറിയാവോ? ഓക്കെ, നല്ല ചൂട് സമയത്ത് അസർ ആറോട് ചൂടനാണ് എന്നോർത്തോളൂ. ഓക്കെ, അപ്പൊ ആ ചൂടൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അസർ ഫ്രൂട്ട് ജ്യൂസ് ധാരാളം കുടിച്ചു. ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫ്രൂട്ട്സിൽ നിന്നുണ്ടാക്കുന്ന വാറ്റ് വരെ ഉണ്ട്, അങ്ങനെ ഓർത്തോളൂ. അപ്പോ ചൂടത്ത് അസർ ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചു. ഫ്രൂട്ട് ജ്യൂസ്, വാറ്റ് എല്ലാം കുടിക്കുമ്പോഴത്തേക്ക് അസർ ഫിറ്റായി. മൂത്രശങ്ക വന്നു. ഒന്നും നോക്കിയില്ല, മൂത്രം ഒഴിച്ചു. എവിടെ മൂത്രം ഒഴിച്ചു? CCTVയുടെ മുമ്പിലാണ് അവൻ പോയി മൂത്രം ഒഴിച്ചത്. ആരെയോ വീടിന്റെ CCTVയുടെ മുന്നിൽ അവൻ പോയി മൂത്രം ഒഴിച്ചു. അവന്മാർ കൈയോടനെ പൊക്കി എന്താണ് കാണിക്കണേന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു രോഗപ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചതെന്ന്. ഓക്കെ, CCTVയുടെ മുന്നിൽ മൂത്രം ഒഴിച്ചു. ചോദിച്ചപ്പോൾ രോഗപ്രതിരോധ ശേഷി കിട്ടാനെന്ന് അവന്മാർ പിച്ചും പേയും പറയുന്നോടാന്ന് വിളിച്ച് ഇരുമ്പഴിക്കുള്ളിലാക്കി. ഓക്കെ, അവിടെ പോയി പിറ്റ് തെളിഞ്ഞപ്പോഴാണ് അവന് അബദ്ധം മനസ്സിലായത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇവൻ പറഞ്ഞു കൃത്രിമമായിട്ട് ചമച്ചതാണ്, എന്റെ പേരിൽ ഒരു തെറ്റുമില്ല, CCTVയിൽ പടം വന്നത് കൃത്രിമമായിട്ട് ചമച്ചതാണെന്ന്. ഇതിലുണ്ട്, ഇതിൽ നിന്ന് നമുക്കെല്ലാം കണക്ട് ചെയ്യാം. അപ്പൊ വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്, അസറിന്റെ പിക്ക് CCTVയിൽ പതിഞ്ഞു എന്നാണ്. അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ സി. അസർ ചൂടനാണ്, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി. അസർ ധാരാളം കുടിക്കുന്നത് ഫ്രൂട്ട് ജ്യൂസ് ആണ്. ഫ്രൂട്ട്സിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. ഏതൊക്കെ ഫ്രൂട്ട്സിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുളിയുള്ള എല്ലാ ഫ്രൂട്ട്സിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നെല്ലിക്ക, ഓറഞ്ച്, ഓക്കെ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിലാണ് ധാരാളം ഉള്ളത്. പുളിയുള്ള എല്ലാ ഫ്രൂട്ട്സിലും ഉണ്ട്. അപ്പോ ഫ്രൂട്ട്സ് ആണ് അവൻ ധാരാളമായിട്ട് കുടിക്കുന്നത്. ചൂടനാണ്, ചൂടാവുമ്പോൾ നഷ്ടപ്പെടും. പിന്നെന്താണ്? മൂത്രം ഒഴിച്ചു. മൂത്രമൊഴിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്, മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ഓക്കെ, CCTV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വൈറ്റമിൻ സിയെ നമ്മൾ കണക്ട് ചെയ്തതാണ്. അപ്പോ പൊക്കിയപ്പോ അവൻ പറഞ്ഞ എന്താണ്? രോഗപ്രതിരോധ ശേഷി കിട്ടാൻ. ഓക്കെ, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കിട്ടും. ഓക്കെ, ഇങ്ങനെ പിച്ചമ്പയും പറഞ്ഞപ്പോൾ അവനെ പിടിച്ച് ഇരുമ്പഴിക്കുള്ളിലാക്കി. ആ ഇരുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി. ഫ്രൂട്ട്സിലൂടെ ധാരാളം ഇരുമ്പിന്റെ അംശം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. ഓക്കെ, ഇരുമ്പ് ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡിൽ നിന്നും ലഭിക്കും. ഓക്കെ, കോടതിയിൽ പോയപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു എന്താണ്? കൃത്രിമമായി ചമച്ചതാണ്. യെസ്, കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. ഓക്കെ അല്ലേ? ഇത്രയിൽ നിന്നും കണക്ട് ചെയ്യാം. അതുമാത്രമല്ല, വൈറ്റമിൻ സിയുടെ അഭാവത്തിൽ ഉണ്ടാവുന്ന രോഗം ഏത് എന്ന് ചോദിച്ചാൽ സ്കർവി. ഓക്കെ, സി പോലത്തെ പ്രൊണൗൺസിയേഷൻ അല്ലേ, സ്കർവി. ഓക്കെ, സ്കർവി. ഇങ്ങനെ ഓർത്തോളൂ, സ്കർവി. നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നത് സ്കർവി ആണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഈ നാവികര് യുദ്ധത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും നെപ്പോളിയന്റെയും ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്ത് അവർ യുദ്ധത്തിന് പോകുമ്പോൾ ഒരുപാട് കാലം അവർക്ക് കപ്പലിൽ സഞ്ചരിക്കേണ്ടി വരും. ഓക്കെ, ആ സമയത്ത് നമുക്ക് അരിയാഹാരമൊക്കെ അപ്പോഴും കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റി ഉള്ളൂ, ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്നു. അപ്പോ ഈ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റാതാവുകയും അതിലൂടെ ധാരാളം പേര് മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് നാവികരുടെ പ്ലാഗ് ആണ് സ്കർവി, വൈറ്റമിൻ സിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന സ്കർവി എന്നറിയപ്പെടുന്നത്. അത് മാത്രമല്ല, മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടാണ്. വൈറ്റമിൻ സിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവുണങ്ങാൻ കാലതാമസം വരും. കാരണം ഈ അസറിന് CCTVയുടെ പിക്കിൽ പതിഞ്ഞ അസറിന് ഇതൊരു വലിയ മുറിവായി. അപ്പൊ ആ മുറിവുണങ്ങാൻ ധാരാളം സമയം എടുക്കുന്നു എന്ന് കൂടി ഓർത്തോളൂ. അത് മാത്രമല്ല ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കടുത്ത് വൈറ്റമിൻ ഡി നോക്കാം. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സൂര്യന്റെ ഇടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ കാലന് മാത്രമേ റോളുള്ളൂ.
യെസ്, വൈറ്റമിൻ ഡി, കാൽസിഫെറോൾ. സൂര്യന്റെ ഇടിയാണ് കൊള്ളുന്നത്. സൂര്യന്റെ ഇടി കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, എല്ലിനെ ആയിരിക്കും ബാധിക്കുന്നത്. എല്ലൊടിയും. ഉറപ്പായിട്ടും സൂര്യന്റെ ഇടി കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലൊടിയും, പിന്നെ കാലനെ റോളുള്ളൂ. അതാണ് കാൽസിഫെറോൾ. അപ്പോൾ സൂര്യനിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ്. അതാണ് സൂര്യന്റെ ഇടി. ഓക്കെ, ആ സൂര്യനിൽ നിന്നും ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലായിരിക്കും പതിക്കുന്നതല്ലേ. വെയിൽ സ്കിന്നിലല്ലേ പതിക്കുന്നത്. അപ്പോ സൂര്യന്റെ വെയിൽ സ്കിന്നിൽ കൊണ്ട് അതിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഇടി കൊള്ളുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലിനെയാണ് ബാധിക്കുന്നത്. അപ്പോ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാവുന്നത് കൂടുതലും എല്ലിനെ ബാധിക്കുന്ന രോഗമാണ് റിക്കറ്റ്സ്, കണ. ഓക്കെ, കണങ്കാലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലിനായിട്ട് ബന്ധപ്പെട്ടതല്ലേ, ആണ് റിക്കറ്റ്സ്, കണ. റിക്കറ്റ്സ് രോഗമുണ്ടാകുന്നത്, കണ രോഗമുണ്ടാകുന്നത് വൈറ്റമിൻ ഡിയുടെ അഭാവത്തിലാണ്. വൈറ്റമിൻ ഡി ധാരാളമായിട്ട് ലഭിക്കാനായിട്ട് പോയി ക്രിക്കറ്റ് കളിച്ചാലും മതി എന്ന് ഓർത്താൽ മതി. വെയിൽ കൊള്ളുമ്പോഴത്തേക്കും കിട്ടും. അതുമായിട്ടും കണക്ട് ചെയ്തോളൂ. റിക്കറ്റ്സ്, കണ. അത് മാത്രമല്ല ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോ മലേഷ്യ എന്നിവ എന്താണ് വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഓസ്റ്റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അപ്പോൾ ഓസ്റ്റിയോ ബന്ധപ്പെട്ട് വൈറ്റമിൻസിന്റെ ഏത് ഡെഫിഷ്യൻസിയിലാണ് ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്റ്റിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വൈറ്റമിൻ ഡി ആണ് എന്ന് അടിച്ചോളൂ. സൂര്യന്റെ ഇടിയാണ് ഇത്. ഭക്ഷണത്തിൽ നിന്നും ലഭിക്കത്തില്ല ഈ വൈറ്റമിൻ, സൂര്യനിൽ നിന്നും ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു, ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും എല്ലാം വൈറ്റമിൻ ഡി ആണ്. അത് മാത്രമല്ല സ്റ്റെറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ്. കാരണം സ്റ്റെറോയിഡിന്റെ ഘടനയാണ്. ഓക്കെ, സ്റ്റെറോയിഡിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്, ഈസ്ട്രോജൻ, ടെസ്റ്റോസ്റ്റിറോണ്. പുരുഷ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഓക്കെ, മസിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അപ്പൊ ആ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഒക്കെ ഘടനയിലുള്ളതാണ് വൈറ്റമിൻ ഡി. അത് മാത്രമല്ല നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ ലഭിക്കുമ്പോൾ നിറച്ച് മസിൽ ലഭിക്കും എന്ന് ഓർത്തോളൂ. അതുപോലെ തന്നെയാണ് നല്ല വെയിലത്ത് ഓക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ മസിൽ ഉണ്ടാകും എന്നോർത്തോളൂ. അത് വെച്ച് കണക്ട് ചെയ്തോളൂ. അപ്പോ സ്റ്റെറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ്. അങ്ങനെയെങ്കിൽ വൈറ്റമിൻ D2 വൈറ്റമിൻ D3 കൂടിയുണ്ട്. അതിന്റെയൊക്കെ പേര് മാത്രം നോക്കി വെച്ചാൽ മതി. വൈറ്റമിൻ D2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർഗോസ്റ്റെറോൾ എന്നാണ്. എർഗോസ്റ്റെറോൾ. ഓക്കെ, സ്റ്റെറോയിഡ് വൈറ്റമിൻ എന്നല്ലേ അറിയപ്പെടുന്നത്. അപ്പൊ വൈറ്റമിൻ D2 ആ പേരിൽ തന്നെ ഉള്ളത് എർഗോസ്റ്റെറോൾ ആണ്. എങ്കിൽ വൈറ്റമിൻ D3 ആണെന്നുണ്ടെങ്കിൽ കോൾ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു. കോൾ കാൽസിഫെറോൾ ആണ് വൈറ്റമിൻ D3. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ പേര് കാൽസിഫെറോൾ ആണെങ്കിൽ വൈറ്റമിൻ D3 കോൾ കാൽസിഫെറോൾ എന്നും ഓർത്ത് വെച്ചോളൂ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് വൈറ്റമിൻ ഡിയിൽ നിന്നും നോക്കാനുള്ളത്. സൂര്യന്റെ ഇടി ഇതിൽ നിന്നും എല്ലാം ഉണ്ട്. അത് മാത്രമല്ല കാൽസ്യം പ്രസന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ് കേട്ടോ. പേര് തന്നെയുണ്ട് കാൽസിഫെറോൾ. അപ്പൊ അതിലുള്ള കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളത് ഓക്കെ വൈറ്റമിൻ ഡി ആണ്. എല്ലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാൽസ്യം ആണല്ലേ. അപ്പൊ എല്ല്, സൂര്യൻ, കാൽസ്യം ഇതിൽ നിന്നൊക്കെ ഓർമ്മിച്ച് വെച്ചോളൂ. റിക്കറ്റ്സ്, കണങ്കാല് അല്ലെങ്കിൽ ക്രിക്കറ്റ് വെച്ചിട്ട് അസുഖം റിക്കറ്റ്സ് ആണെന്ന് ഓർത്തോളൂ. എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോപോറോസിസ് തുടങ്ങിയ രോഗങ്ങളും ഉണ്ടാവുന്നു എന്നും ഓർത്തോളൂ. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. വൈറ്റമിൻ ഇ ഞാൻ പറഞ്ഞു ടോക്കോഫിറോൾ. രണ്ട് കമിതാക്കൾ ടോക്ക് ചെയ്യുന്നു. അതാണ് ടോക്കോഫിറോൾ. എന്നിട്ട് അവർ ടോക്ക് ചെയ്ത് കുറച്ചു കാലം കറങ്ങി നടന്നതിന് ശേഷം ടോക്കോഫിറോൾ കറങ്ങി നടക്കുമ്പോഴത്തേക്കും അതാണ് റോള്. ടോക്കോഫിറോൾ കറങ്ങി നടന്നതിന് ശേഷം അവർക്ക് കല്യാണമാവുമല്ലേ. കല്യാണമാവുമ്പോഴത്തേക്കും എന്തായിരിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കുക? റീപ്രൊഡക്ഷൻ സംഭവിക്കും കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോ റീപ്രൊഡക്ഷനെ സഹായിക്കുന്നത്, പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടാണ് കമിതാക്കൾ കല്യാണം കഴിക്കുന്നത്. പിന്നെ റീപ്രൊഡക്ഷൻ ഉണ്ടാകും, പ്രത്യുൽപാദനം. സപ്പോസ് അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിനും വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമാണ് അങ്ങനെ ഉണ്ടാവാത്തത്. അപ്പോ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നത്, വന്ധ്യത ഉണ്ടാവുന്നത് വൈറ്റമിൻ ഇയുടെ അഭാവം മൂലമാണ്. വൈറ്റമിൻ ഇ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യുൽപാദനം നടക്കും, റീപ്രൊഡക്ഷൻ നടക്കും എന്നും ഓർത്തോളൂ. കമിതാക്കൾ കല്യാണം കഴിയുമ്പോൾ റീപ്രൊഡക്ഷൻ നടക്കും. ഓക്കെ, കമിതാക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർ ലവ് അല്ലേ ചെയ്യുന്നത്. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർട്ടിന്റെ സിമ്പൽ അല്ലേ, ഹെർട്ട്. ഈ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞല്ലേ പ്രയോഗിക്കുന്നത്, രണ്ടുപേരും സ്മൈൽ ചെയ്തുകൊണ്ട്. അപ്പൊ അവിടെ ലവ് ഉണ്ടാവും, അത് ഹെർട്ടിന്റെ സിമ്പലാണ്. ഓക്കെ, ഹെർട്ടിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ കപ്പിൾസ്, ബ്യൂട്ടിഫുൾ ലവേഴ്സ് എന്നൊക്കെ അല്ലേ പറയുന്നത്. യെസ്, അപ്പോ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്.
ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. സ്റ്റെറിലിറ്റി വന്ധ്യത മാറാനായിട്ട് ഉള്ള വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, വൈറ്റമിൻ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, അപ്പോ ഇവര് സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞ ശേഷം ഹണിമൂണിനും പോകുമല്ലോ. ഓക്കെ, ഹണിമൂണിനും പോവും. അപ്പോൾ അത് വെച്ചിട്ട് ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ ആണ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ സ്മൈല് ചെയ്യുന്നു രണ്ട് കമിതാക്കള് ആദ്യം ടോക്ക് ചെയ്ത് റോള് ചെയ്ത് നടക്കും, കറങ്ങി നടക്കും. അതിലുണ്ട് ടോക്കോഫിറോൾ. പിന്നെ അതിനുശേഷം അവർ കല്യാണം കഴിയുമ്പോഴത്തേക്കും ഹണിമൂൺ പോകും. യെസ്, ഹണിമൂൺ ഹോർമോൺ വൈറ്റമിൻസ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. അപ്പോ റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം നടക്കും. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ വന്ധ്യത സംഭവിക്കും. രണ്ടിനും കാരണക്കാരൻ വൈറ്റമിൻ ഇ ആണ്. അവർ ലവ് ആണ് ചെയ്യുന്നത്. ലവ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ സിമ്പലാണ്. അപ്പോൾ ഹാർട്ട് ഹെൽത്തിന് ആവശ്യം വൈറ്റമിൻ ഇ ആണ്. അങ്ങനെയെങ്കിൽ ബ്യൂട്ടിഫുൾ കപ്പിൾസ് അല്ലേ, ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കാനുള്ളത് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോക്യുനോൺ. കെ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫിലോസഫി പറയുന്ന ഒരു ക്യൂനിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നിന്നും നമുക്ക് കണക്ട് ചെയ്യാം. ഫിലോക്യുനോൺ. ഓക്കെ, അപ്പോ അവര് കെ ലൈക്ക് കിട്ടാൻ വേണ്ടി ഫിലോസഫി പറയുന്ന കൂട്ടത്തിൽ അവര് പറഞ്ഞു എനിക്ക് രാജകീയ രക്തമാണ്. ക്യൂനല്ലേ, രാജകീയ രക്തമാണ്. ഓക്കെ, അപ്പോ അവര് പറഞ്ഞു താഴെ കമന്റിൽ വന്ന് രാജകീയ രക്തമൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ രാജകീയ രക്തമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ രക്തം കട്ടി പിടിക്കത്തില്ല. അങ്ങനെയും കൂടെ ഓർത്തോളൂ. കെ ഫോർ കട്ട. ഓക്കെ, രക്തം കട്ടി പിടിക്കാത്ത അവസ്ഥ. ഓക്കെ, രാജകീയ രക്തത്തിന് ഉണ്ട്. യെസ്, രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ഡിസീസ് ആണ്. ഇംഗ്ലണ്ടിലുള്ള വിക്ടോറിയ രാജ്ഞിക്കാണ് ആ രാജകുടുംബത്തിൽ ആദ്യമായിട്ട് വന്നത്. പിന്നെ അവരുടെ 9 മക്കൾക്കും അവരിൽ നിന്നും ഇത് കൈമാറപ്പെട്ടു. പിന്നെ അവർ കല്യാണം കഴിച്ചു പോയ എല്ലായിടത്തും സ്പെയിനില്, യൂറോപ്പില്, റഷ്യയില് അവിടെയുള്ള രാജകുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഇതിലൂടെ പകർന്നു കിട്ടി. അങ്ങനെയാണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നത്. ഇത് രക്തം സ്രവം നിൽക്കാത്ത അവസ്ഥയാണ്. ചെറിയൊരു മുറിവുണ്ടായാൽ പോലും ധാരാളം രക്തം പുറന്തള്ളപ്പെടുകയും അതിലൂടെ ജീവഹാനി വരെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, വിക്ടോറിയ രാജ്ഞിയുടെ മകൻ 30ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു വീഴ്ചയിൽ അങ്ങനെ രക്തം ധാരാളം പോയിട്ട് മരിക്കുകയും ഉണ്ടായി. അപ്പോ ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം നിൽക്കാത്ത അവസ്ഥയിലുള്ള രോഗമാണ്. അതിനെ രാജകീയ രോഗം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഹീമോഫീലിയ ഡിസീസ്. അതുകൊണ്ടാണ് ആ രാജ്ഞി പറയുന്നത് എനിക്ക് രാജകീയ രക്തം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആ രക്തത്തിൽ കാര്യമില്ല, അത് രാജകീയ രോഗമുണ്ടാക്കുന്ന ഹീമോഫീലിയ. ഓക്കെ, രോഗമുണ്ട്, രക്തം കട്ടിപിടിക്കത്തില്ല. കെ ഫോർ കട്ട എന്ന് ഓർത്തോളൂ. അത് മാത്രമല്ല ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ബി ആണ്. ഇത് ഹീമോഫീലിയ എ, മറ്റത് ഹീമോഫീലിയ ബി ക്രിസ്മസ് രോഗം. ഒന്നും നമുക്ക് അത്രയ്ക്കൊന്നും നോക്കണ്ട, ഹീമോഫീലിയ ഡിസീസ് എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല അതിലോട്ട്, എങ്കിലും പറയാം. ഓക്കെ, ഫാക്ടർ 8, ഫാക്ടർ 9 എന്ന് പറയുന്ന രക്തത്തിലെ ഘടകങ്ങളുണ്ട് അതിനെ കട്ടിപിടിക്കാൻ സഹായിക്കുന്നു. അതിലെ ഫാക്ടർ 8ന്റെ അപര്യാപ്തതയിലാണ് ഹീമോഫീലിയ എ അസുഖം ഉണ്ടാവുന്നത്. ഓക്കെ, ഫാക്ടർ 9ന്റെ അപര്യാപ്തതയിലാണ് ഹീമോഫീലിയ ബി ഡിസീസ് ഉണ്ടാവുന്നത്. രണ്ടും രക്തം ഈ കട്ടിപിടിക്കാതെ അങ്ങനെ ഫ്ലോ ചെയ്യുന്ന അവസ്ഥയിലുള്ള രോഗം തന്നെയാണ്. അപ്പോൾ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. ഹീമോഫീലിയ എ എന്നും കൂടെ ഓർത്ത് വെച്ചോളൂ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ബി. ഓക്കെ, ഹീമോഫീലിയ ബി ക്രിസ്മസ് രോഗം എന്നറിയപ്പെടാൻ കാര്യം സ്റ്റീഫൻ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരാൾക്ക് 1952 ഈ രോഗം ഹീമോഫീലിയ ബി ആദ്യമായിട്ട് കണ്ടെത്തിയതെന്നും ഓർത്തോളൂ. ഓക്കെ, കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ രക്തം കട്ടിപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് കൊയാഗുലേഷൻ. അല്ലെങ്കിൽ കൊയാന്ന് കുഴഞ്ഞ് രക്തം കട്ടിപിടിക്കാതെ അങ്ങ് പോവും എന്നും ഓർത്തോളൂ. സ്റ്റഡി ഓഫ് ബ്ലഡ് ഹെമറ്റോളജിയാണ്. ഓക്കെ, അപ്പൊ ഹീമോഫീലിയ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ളത് ഹീമോഗ്ലോബിൻ ആണ്. സ്റ്റഡി ഓഫ് ബ്ലഡ് ഹെമറ്റോളജി ആണ്. അപ്പൊ ഹെമ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ബ്ലഡിനെ കുറിച്ചുള്ളതാണ് എന്നോർത്തോളൂ. അപ്പൊ രോഗം ഹീമോഫീലിയയാണ്. ഓക്കെ അല്ലേ, കണക്ട് ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ബി കോംപ്ലക്സ് വൈറ്റമിനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് നോക്കാം. ബി കോംപ്ലക്സ് വൈറ്റമിൻസിലെ വൈറ്റമിൻ B1, B2, B3 നമ്മൾ കണക്ട് ചെയ്തിരുന്നത് ഓക്കെ സിനിമ നടിയായിട്ടുള്ള തമന്ന. ഓക്കെ, അവർക്ക് റെയിൻബോ ഫ്ലവർ കൊടുത്തു മന്ത്രി റിയാസ്. കേരളത്തിൽ ഷൂട്ടിന് വന്നപ്പോൾ റെയിൻബോ ഫ്ലവർ കൊടുത്ത് സ്വീകരിച്ചു എന്നാണ്. തമന്നയ്ക്ക് റെയിൻബോ ഫ്ലവർ കൊടുത്ത് സ്വീകരിച്ചു മന്ത്രി റിയാസ്.
എങ്കിൽ തമന്ന വൈറ്റമിൻ B1 തമന്ന തയാമിൻ, വൈറ്റമിൻ B2 റെയിൻബോ ഫ്ലവർ റൈബോഫ്ലാവിൻ എന്നോർത്തോളൂ. അതിൽ നിന്നും വൈറ്റമിൻ B3 റിയാസിന് പകരം നിയാസ് എന്ന് ഓർത്തോളൂ. ഓക്കെ, വൈറ്റമിൻ B3 നിയാസിൻ എന്നും ഓർത്തോളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് വൈറ്റമിൻ B1 നോക്കാം. തമന്ന സിനിമാ നടിയല്ലേ, അവർക്ക് എന്തായിരുന്നാലും ശക്തമായിട്ടുള്ള ഒരു ഡയറ്റൊക്കെ നോക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് അവർ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. തവിടോട് കൂടിയ അരി മാത്രമേ തമന്ന കഴിക്കത്തുള്ളൂ. ഓക്കെ, തവിടോട് കൂടിയ അരി മാത്രമേ തമന്ന കഴിക്കത്തുള്ളൂ. പിന്നെ തമന്നയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹരിബറി ആയിട്ടുള്ള നടിയാണ്. ഹരിബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബിസി ആയിട്ടുള്ള നടിയാണ് എന്നുകൂടി ഓർത്തോളൂ. ഇത്രയിലും ഉണ്ട് വൈറ്റമിൻ B1 നിന്നും നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, തമന്ന തവിടോട് കൂടി അരിയാണ് കഴിക്കുന്നത്. യെസ്, അരിയുടെ തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിൻ B1 തയാമിൻ. അങ്ങനെയെങ്കിൽ വൈറ്റമിൻ B1 തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് എന്ന് ചോദിച്ചാൽ ഹരിബറി ആയിട്ടുള്ള നടിയാണ്. അതിൽ നിന്നും കണക്ട് ചെയ്യാം. ബെറിബറി എന്ന രോഗം ഉണ്ടാകുന്നത് വൈറ്റമിൻ B1 അഭാവത്തിലാണ്. ഓക്കെ, ഹരിബറി ആയിട്ടുള്ള നടിയാണ് എന്ന് ആണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ബെറിബറി രോഗം ബാധിക്കുന്നത് നാഡിയെയാണ് എന്നും ഓർത്തോളൂ. ഓക്കെ അല്ലേ? അപ്പൊ അതിൽ നിന്നും നമുക്ക് ഓർത്തു വെക്കാമല്ലോ. ഹരിബറി ആയിട്ടുള്ള നടിയാണ്. ഹരിബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറിബറി രോഗം ബാധിക്കുന്നത്, നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡിയെയാണ്. എങ്കിൽ നമുക്കിനി നോക്കാനുള്ളത് വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. നമ്മൾ ഓർത്തു വെച്ചത് എന്താണ്? റെയിൻബോ ഫ്ലവർ. തമന്നയ്ക്ക് റെയിൻബോ ഫ്ലവർ കൊടുത്തു എന്നല്ലേ? യെസ്, റൈബോഫ്ലാവിൻ റെയിൻബോ ഫ്ലവർ എന്ന് ഓർത്തോളൂ. അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ഈ ഫ്ലവർ പാലിൽ മുക്കിയാൽ പാല് മഞ്ഞ കളറാകും എന്നോർത്തോളൂ. ആ പാല് നമ്മൾ കുടിച്ചാൽ നമുക്ക് വായ്പുണ്ണുണ്ടാകും എന്നും ഓർത്തോളൂ. ആ വായ്പുണ്ണ് മാറണമെങ്കിൽ ഈ പാലിനെ സൂര്യപ്രകാശം കാണിച്ച് കുടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളിലേക്ക് എത്താം. യെസ്, റൈബോഫ്ലാവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻബോ ഫ്ലവർ ആണെന്ന് പറഞ്ഞു. അത് പാലിൽ മുക്കിയാൽ മഞ്ഞ കളറാകും എന്ന് പറഞ്ഞു. യെസ്, പാലിന് മഞ്ഞ നിറം ഏകുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൈബോഫ്ലാവിൻ ആണ്, അല്ലെങ്കിൽ വിറ്റമിൻ B2. സൂര്യപ്രകാശത്തിൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് വൈറ്റമിൻ B2 ആണ്. ആ മഞ്ഞ കളർ മാറണമെങ്കിൽ സൂര്യപ്രകാശത്തിൽ കാണിക്കണം. അത് മാത്രമല്ല, വായ്പുണ്ണിന് കാരണമാകുന്നത് വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അപ്പോ ഇത്രയിൽ നിന്നും വൈറ്റമിൻ B2 നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, റെയിൻബോ ഫ്ലവർ പാലിൽ മുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാല് മഞ്ഞ കളറാകും. ആ പാല് കുടിച്ചാൽ വായ്പുണ്ണ് വരും. അത് മാറണമെങ്കിൽ ആ പാലിനെ സൂര്യപ്രകാശത്തിൽ കാണിച്ച് ആ മഞ്ഞ കളർ മാറ്റിയിട്ട് കുടിക്കുക അല്ലേ? എങ്കിൽ നമുക്ക് വൈറ്റമിൻ B3 പോവാം. വൈറ്റമിൻ B3 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൻബോ ഫ്ലവർ കൊടുക്കുന്നത് ആരാണ്? മന്ത്രി റിയാസ് എന്ന് പറഞ്ഞു. യെസ്, നിയാസിൻ. അപ്പൊ പുള്ളി കൊടുക്കുമ്പോ ഒരു ഗസ്റ്റ് അല്ലേ, അപ്പൊ ആ മര്യാദ കാണിക്കാൻ വേണ്ടി അദ്ദേഹം നന്നായിട്ട് ചിരിച്ചിട്ടാണ് കൊടുക്കുന്നത്. യെസ്, പല്ലിന്റെ അഗ്രം വരെ കാണാം. യെസ്, പെല്ലഗ്ര രോഗത്തിന് കാരണമാകുന്നത് വൈറ്റമിൻ B3 പെല്ലഗ്ര. പല്ലിന്റെ അഗ്രം വരെ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മോണയും ആ മോണയിലെ ത്വക്കും എല്ലാം കാണാൻ പറ്റുമല്ലോ. യെസ്, പെല്ലഗ്ര ബാധിക്കുന്നത് മോണയിലെ ത്വക്കിനെയാണ്. യെസ്, മോണയാണ് പെല്ലഗ്ര ബാധിക്കുന്നത്. അല്ലെങ്കിൽ വൈറ്റമിൻ B3 വെച്ചിട്ട് ഇങ്ങനെ ഓർത്തോളൂ. B3 പെല്ലഗ്ര 3 രണ്ടുമായിട്ട് അങ്ങനെയും കണക്ട് ചെയ്യാം. അത് പറയുമ്പോൾ തന്നെ ആ അസുഖം പറയുമ്പോൾ തന്നെ പല്ല് സ്വാഭാവികമായിട്ട് ഓർമ്മ വരുമല്ലോ. പല്ലിന്റെ മുകളിലാണ് മോണ കാണപ്പെടുന്നത്. മോണയെ ബാധിക്കുന്നതാണ് പെല്ലഗ്ര. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇനി നോക്കാനുള്ളതാണ് വൈറ്റമിൻ B5, B6, B7. നമ്മളിത് കണക്ട് ചെയ്ത് എങ്ങനെയാണ്? പന്ത് ജെനറ്റിക്സ് പീരീഡിൽ ബോട്ടണി പഠിച്ചു. യെസ്, പന്ത് ജെനറ്റിക്സ്. ഓക്കെ, പാന്തോതെനിക് ആസിഡ് അത് B5 എന്നാണ് നമ്പർ കൊടുത്തത്. പന്ത് ജെനറ്റിക്സ് പീരീഡിൽ ബോട്ടണി പഠിച്ചു. പന്ത് ജെനറ്റിക്സ് 5 എന്നും പീരീഡിന് 6 എന്നും ബോട്ടണിക്ക് 7 എന്നും നമ്പർ കൊടുത്തു. അപ്പോ B5 പാന്തോതെനിക് ആസിഡ്. അതിൽ നിന്നുണ്ടാകുന്ന രോഗം മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പന്ത് ജെനറ്റിക്സ് പീരീഡിൽ പഠിക്കുന്നത് ഏതാണ്? ബോട്ടണി. അപ്പൊ പരസ്പര ബന്ധമില്ലാതെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ പന്തിന് വന്ന അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്തേഷ്യസ് രോഗമാണ് പന്തിന് ബാധിച്ച അസുഖം. അങ്ങനെയെങ്കിൽ വൈറ്റമിൻ B6
പിരിഡോക്സിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മയും ഉത്കണ്ഠയും കാരണമുള്ള പിരിമുറുക്കം അല്ലെ. പിരിഡോക്സിൻ അതിലുണ്ട്. നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഉത്കണ്ഠ ഉണ്ടാവും, നമ്മുടെ പിരി വെട്ടും അല്ലെ, പിരി പോവും, നമ്മുടെ പിരി പോയി കിടക്കുകയാണെന്ന് പറയില്ലേ, അത് തന്നെയാണ്. അപ്പൊ അതിൽ തന്നെ ഉണ്ട് പിരിഡോക്സിൻ. പിരി പോകുന്ന എപ്പോഴാണ്, ഉറക്കമില്ലായ്മ വരുമ്പോൾ, അതിലൂടെ ഉണ്ടാകുന്ന ഉത്കണ്ഠയിൽ. അതാണ് വൈറ്റമിൻ B6 പിരിഡോക്സിൻ. അങ്ങനെയെങ്കിൽ വൈറ്റമിൻ B7 ഓക്കെ, ബയോട്ടിൻ ആണ് വൈറ്റമിൻ B7. ബയോട്ടിനെ ബയോട്ടിൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ H ആണ്. ഈ ഒരു 7 എന്ന് എഴുതിയിട്ടേ, 7ല് ഇത് 7 ഇല്ലേ ഇവിടെ, എന്റെ മുകളിലൊരു വരയും കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7നെ H ആക്കാൻ പറ്റും. അപ്പൊ 7ൽ നിന്നും നമുക്ക് Hലോട്ട് പോകാമല്ലോ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോളൂ. ജീവകം H എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. ബയോട്ടിൻ വൈറ്റമിൻ B7 ആണ് ബയോട്ടിൻ. നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, 5, 6, 7 എന്ന നമ്പർ ഇട്ടിട്ട് പന്ത് ജെനറ്റിക്സ് പീരീഡിൽ ബയോളജി അല്ലെങ്കിൽ ബയോബോട്ടണി പഠിച്ചു. പന്ത് ജെനറ്റിക്സ് പാന്തോതെനിക് പീരീഡിൽ B6 പിരിഡോക്സിൻ, B7 ബോട്ടണി അല്ലെങ്കിൽ ബയോളജി എങ്ങനെയാണ് കണക്ട് ചെയ്തത്, ബയോട്ടിൻ എന്ന് മനസ്സിലായല്ലോ. എങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് വൈറ്റമിൻ B9 വൈറ്റമിൻ B12 അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് വൈറ്റമിൻ B9. ഓക്കെ, വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. പഠിച്ചിരിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ 9 ലെറ്റർ ആയിട്ട് BNINE B9 അങ്ങനെ എഴുതിക്കോളൂ. അതിനെ ചേർത്ത് വായിക്കുമ്പോൾ ബനിയൻ ഫോളോവർ എന്ന് വായിച്ചോളൂ. ആ ഫോളോവറിലുണ്ട്, ഫോളോ എന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ് ആണ്. ആരാണ് ബനിയൻ ഫോളോവർ എന്ന് നമുക്ക് നോക്കാം. അനിലും ഗർഭിണികളുമാണ്. ഏത് ബനിയൻ? ചുവന്ന ബനിയനാണ് അവർക്ക് ഇഷ്ടം. അനിലും ഗർഭിണികളും ചുവന്ന ബനിയൻ ഫോളോവേഴ്സ് ആണ് എന്ന് ഓർത്തു വെച്ചോളൂ. അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ. വൈറ്റമിൻ B9 ഫോളിക് ആസിഡിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം അനീമിയ. ഓക്കെ, അനിലും ഗർഭിണികൾക്ക് RBG റെഡ് ബ്ലഡ് കോർപ്പസൽ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ കൗണ്ട് രക്തത്തിൽ കുറയാതിരിക്കാനായിട്ട് ആ കാലാവധിയിൽ നൽകുന്നത് വൈറ്റമിൻ B9 ഫോളിക് ആസിഡിന്റെ ഗുളികയാണ്. ഗർഭം ധരിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ധരിക്കാൻ താല്പര്യമുള്ളവർക്കും സാധ്യതയുള്ളവരും എല്ലാം ഓർത്തു വെച്ചോളൂ. ആ പീരീഡിൽ വൈറ്റമിൻ B9 ഫോളിക് ആസിഡിന്റെ ഗുളികയാണ് നൽകുന്നത്. RBGയുടെ കൗണ്ട് കുറയാതിരിക്കാൻ. കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വിളർച്ച ഉണ്ടാകും. ഓക്കെ, അനീമിയ. എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ലങ്സിൽ നിന്നുമുള്ള ഓക്സിജനെ സെല്ലിലെല്ലാം എത്തിക്കുന്നത് റെഡ് ബ്ലഡ് കോർപ്പസലാണ്. അപ്പോൾ അത് കുറയുമ്പോഴത്തേക്കും നമ്മുടെ സെല്ലിലൊന്നും ഓക്സിജൻ എത്തത്തില്ല. അപ്പോൾ ഉന്മേഷക്കുറവും വിളർച്ചയും എല്ലാം ഉണ്ടാവും. അത് വളരെ 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 വലിയ ഗുരുതര പ്രശ്നത്തിലോട്ടും പോകും. ഓക്കെ, അത് മാത്രമല്ല DNA RNA തുടങ്ങിയവയുടെ പ്രൊഡക്ഷനും വന്നിട്ട് വൈറ്റമിൻ B9 ഫോളിക് ആസിഡ് ആവശ്യമാണ് എന്ന് ഓർത്തോളൂ. അപ്പോ ചുവന്ന ബനിയൻ, അതായത് ചുവന്ന ബനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബനിയൻ B9 ചുവന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ RBGയുടെ കൗണ്ട് കൂട്ടാൻ. ഓക്കെ, ഗർഭിണികള് കഴിക്കുന്നത് ഫോളിക് ആസിഡ് ആണ്. അത് മാത്രമല്ല അനിൽ, അതായത് ഫോളിക് ആസിഡ് അല്ലെന്നുണ്ടെങ്കിൽ B9ന്റെ അഭാവത്തിൽ ഉണ്ടാകുന്നത് അനിൽ അല്ലെങ്കിൽ അനീമിയ, വിളർച്ച ഉണ്ടാകും എന്നും ഓർത്തോളൂ. ഇത്രയുമാണ് B9ൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് നോക്കേണ്ടത് 12th B പഠിക്കുന്ന ഒരു സൈക്കോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ, സൈക്കോ ഗോപാലൻ. അതാണ് വൈറ്റമിൻ B12. അതാണ് 12th B. സൈക്കോ ഗോപാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനോ കൊബാലമിൻ. അതാണ് സൈക്കോ ഗോപാലൻ. ക്രൈസി ഗോപാലൻ എന്നൊക്കെ പറയും പോലെ അതിൽ തന്നെയുണ്ട് കൊബാലമിൻ. യെസ്, കൊബാൾട്ട്. വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്നത് കൊബാൾട്ട് ആണ്. ഓക്കെ, ഇതും നമ്മുടെ രക്തത്തിലെ ഇരുമ്പിനെ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. വൈറ്റമിൻ B9 പോലെ തന്നെയാണ് വൈറ്റമിൻ B12. ഓക്കെ, രക്തത്തിലെ ഇരുമ്പിനെ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. വൈറ്റമിൻ B9 ആണെന്നുണ്ടെങ്കിൽ RBG റെഡ് ബ്ലഡ് കോർപ്പസില് ആഗിരണം, അതിന്റെ കൗണ്ട് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഗോപാലൻ സൈക്കോ ആകുമ്പോഴത്തേക്കും ഇരുമ്പ് ആഗിരണം ചെയ്യാൻ വേണ്ടി തോന്നും. ഇത് അവനാണ് ഗോപാലൻ. സൈക്കോ ആകുമ്പോഴത്തേക്കും ഇരുമ്പ് ഒടിയെടുത്ത് ആരെങ്കിലൊക്കെ തല്ലാൻ തോന്നും. അതാണ് ഇരുമ്പ് ആഗിരണം ചെയ്യാനായിട്ട് തോന്നും. അപ്പൊ വന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ, തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മഴവെള്ളത്തിൽ കൊണ്ട് നിർത്തുമ്പോൾ ഇവൻ കൂളാവും. ഇതിൽ നിന്ന് നമുക്ക് നോക്കാന്നുള്ളതേ ഉള്ളൂ. ഗോപാലൻ സൈക്കോ ആകുമ്പോഴത്തേക്കും യെസ് സൈനോ കൊബാലമിൻ, ഇരുമ്പെടുക്കാനായിട്ട് തോന്നും. യെസ്, ഇരുമ്പ് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത് വൈറ്റമിൻ B12 സൈനോ കൊബാലമിൻ. അതുകൊണ്ട് ഇരുമ്പ്.
ഓക്കെ, മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ B12 സൈനോ കൊബാലമിൻ അതിലുണ്ട്, മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്നു. ഗോപാലന്റെ കഥ വെച്ചിട്ട് നമുക്ക് ഓർക്കാന്നുള്ളതേ ഉള്ളൂ. അത് മാത്രമല്ല ഇതിന്റെ അഭാവത്തിൽ ഉണ്ടാവുന്ന രോഗവും അതും ഒരുതരം അനീമിയയാണ്, പെർനീഷ്യസ് അനീമിയ എന്നാണ്. വൈറ്റമിൻ B12ന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ B9 അനീമിയ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് വൈറ്റമിന്റെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. പരീക്ഷയ്ക്ക് ഇതെല്ലാം ഓർത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും കാണാപ്പാഠം പഠിച്ചിരുന്ന് വിഷമിക്കേണ്ടി ഒന്നും വരത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചു പോയത്. നിങ്ങൾ ജസ്റ്റ് എക്സാമിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു നോട്ടായിട്ട് എഴുതി വെക്കൂ. നിങ്ങൾ ഒരു 2 പ്രാവശ്യം നോക്കൂ, മറക്കത്തില്ല, സത്യമാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പഠിക്കൂ, പഠിച്ചുകൊണ്ടിരിക്കും.